ഹായ് എവരി വൺ, ദിസ് ഇസ് മൈ സെക്കൻഡ് വീഡിയോ. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കറുപ്പ് മൂവി. പക്ഷെ നമ്മൾ റിവ്യൂ ചെയ്യാനോ ബ്രേക്ക് ഡൗൺ ചെയ്യാനോ പോകുന്നില്ല. കാരണം മൂവി ഇറങ്ങി 1 മന്തായി, OTTയിൽ വന്ന് 1 വീക്കായി. കുറേ പേര് കണ്ടു, കുറേ പേര് തിയേറ്ററിൽ പോയി കണ്ടു, കുറേ പേര് OTT കണ്ടു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മൂവി സക്സസ് ആയത്, ആ സക്സസ് ആവാനുള്ള ഫാക്ട്സ് എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് സൂര്യയ്ക്ക് ഒരു ഹിറ്റ് കിട്ടിയത് ലാസ്റ്റ് എൻ്റെ ഓർമ്മയിലെന്ന് പറയുമ്പോൾ 2013 സിംഗം 2 ആണ്, അതായത് തിയേറ്ററായിട്ട് ഹിറ്റായത്. അതിനുശേഷം താനാസ എന്ത് കൂട്ടം വന്നു, എതർക്കും തുണിനവം വന്നു, ഇഷ്ടം പോലെ മൂവീസ് വന്നു. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ സൂര്യ അഭിനയിച്ച റെട്രോ വന്നു. പക്ഷേ ഇതൊന്നും മാക്സിമം കളക്ഷൻ 100 കോടി, 110 കോടി, 120 കോടി അതല്ലാതെ നല്ലൊരു വമ്പൻ ഹിറ്റായത് സിംഗം 2 ആണ്. ഇട്ട പൈസയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത്. സൂര്യയുടെ ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ സൂര്യയുടെ സ്റ്റോറി സെലക്ഷൻ എന്നാണോ സൂപ്പറായിരിക്കുന്നത് അന്നാണ് ആ മൂവിയും ഹിറ്റായിരിക്കുന്നത്. അതായത് സൂര്യക്ക് ഒറ്റയ്ക്ക് ഈ ഷോൾഡറിൽ കയറ്റിയിട്ട് ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ സൂര്യ തന്നെ വരിക, ഈ വിജയൊക്കെ ചെയ്യുന്ന പോലെ, ഇല്ലെങ്കിൽ ഫുൾ കോമഡി ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, അങ്ങനെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗജനി എടുക്കുക, ലേറ്റസ്റ്റ് ആയിട്ട് OTT വന്ന സൂര്യ റിപ്പോർട്ടർ അല്ലെങ്കിൽ ജയ്ഭീം, അത് സൂര്യ ഇല്ലെങ്കിൽ പോലും ആ സ്റ്റോറി ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയ സ്റ്റോറിയിലാണ് സൂര്യയുടെ കൂടുതൽ മൂവിയും ഹിറ്റായത്. അപ്പോൾ RJ ബാലാജി എന്ത് ചെയ്തു വെച്ചാൽ ഈ മൂവിയിൽ സൂര്യ മാത്രമല്ല കേന്ദ്ര കഥാപാത്രം, കുറേ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തു. ഒന്ന്, അതൊരു പോസിറ്റീവ്. രണ്ടാമത്, സൂര്യ വരുന്നതന്നെ 40 മിനിറ്റിന് ശേഷമാണ്. അപ്പോൾ 40 മിനിറ്റ് വരെ ആൾക്കാരുടെ ഫസ്റ്റ് മൈൻഡ് സൂര്യ എപ്പോൾ വരും, സൂര്യ എപ്പോൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോറടിച്ചാലും ശരി, ബോറടിച്ചില്ലെങ്കിലും ഈ 40 മിനിറ്റ് പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ ഒരു ഇൻ്റർവെൽ വരുന്നതോ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ ആകുമ്പോൾ ഇൻ്റർവെലും വരും. അതായത് ഒരു 10-20 മിനിറ്റിന് ശേഷം ഇൻ്റർവെലും വന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്തായാലും ബോറടിക്കാൻ പോകുന്നില്ല. സെക്കൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ലൊരു സ്റ്റോറി, അതായത് അത് അഭിനയിക്കുന്നത് ഇന്ദ്രൻസ് ആണ്. അപ്പോൾ ഇന്ദ്രൻസ് ഓൾറെഡി കേരള എന്ന് കൊണ്ടുവന്നു, നന്നായി അഭിനയിച്ചു. അപ്പോൾ അപ്പോഴും ആളുകൾ സൂര്യ വരും കാത്തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടായാലും ഇല്ലെങ്കിലും അത്ര ബോറായി തോന്നില്ല. അടുത്തത് ഈ ലാസ്റ്റ് വന്ന തമിഴ് സിനിമയായാലും തെലുങ്ക് സിനിമയായാലും, ഇപ്പോൾ കാന്താര എടുക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ അമ്പലത്തിനെ കുറിച്ചോ ദൈവത്തിനെ കുറിച്ചോ മൂവി എടുക്കുമ്പോൾ ഭയങ്കര ഹിറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം മുതലല്ല, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് പഴയ സിനിമകൾ ഫുള്ളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാന്താരയും കണ്ടതോടെ എന്ത് ചെയ്തു RJ ബാലാജി, ശരി ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് നമുക്ക് മൂവി കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ലാഗായി പോകും. പക്ഷേ ഈ കാന്താര ലാസ്റ്റ് 15 മിനിറ്റാണ് ഋഷഭ് ഷെട്ടി തിരിഞ്ഞും മറിഞ്ഞും അഭിനയിച്ചതും, നന്നായി മറ്റേ ആക്ടിങ് സ്കില്ല് പുറത്തെടുത്തതും, നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചു. അപ്പോൾ പുള്ളി ഐഡിയ ചെയ്തു, ശരി സൂര്യനെ കൊണ്ടും എന്തായാലും ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുമ്പോൾ ആളുകൾ പുറത്ത് വരുമ്പോൾ ഒരു ഡിവൈൻ ഫീലി വരും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുത്തു. അടുത്തത്, ഇതിൽ റൊമാൻസിനൊന്നും സമയം കൊടുത്തില്ല. ഈ റൊമാൻസ് സീനൊക്കെ വരും, ചിലപ്പോൾ ലാഗാവാൻ ചാൻസ് ഉണ്ട്. റൊമാൻസിനൊന്നും ടൈം കൊടുത്തില്ല, അത് ക്ലിയർ അറിയാം. പിന്നെ ഒരു പുള്ളി ബുദ്ധിശാലി ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിലുള്ള എല്ലാ മൂവി ഹീറോസിന് ഡയലോഗ്സിന് വെച്ചു. അതായത് ഭാഷയിലുള്ള രജനീകാന്തിൻ്റെ ഡയലോഗ്, എനിക്ക് വേറൊരു പേരുണ്ട്, ആ ഡയലോഗ്, വിജയൻ്റെ റെഫറൻസ് പോക്കിരി, അജിത്തിൻ്റെ റെഫറൻസ് കാർ റേസ്, ധനുഷിൻ്റെ റെഫറൻസ്. പുള്ളി പോരാത്തതിന് മൂവി തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റിൽ കാർഡിൽ എല്ലാത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സീന് കാണുമ്പോഴും അവരുടെ ഫാൻസ് എന്ത് ചെയ്യും, കൈയടിക്കും. ഇല്ലെങ്കിൽ മറ്റുള്ളവർ തിയേറ്ററിൽ കൈയടിക്കുമ്പോൾ അടുത്തുള്ള ഫ്രണ്ട്സ് ചോദിക്കും എന്തിനാടാ കൈയടിക്കുന്നതെന്ന്. അപ്പോൾ ഈ സംഭാഷണത്തിൽ തന്നെ മൂവി എങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുള്ളി ബോറടിക്കാതെ നോക്കി. നെക്സ്റ്റ്, പുള്ളി മൂവി ഇറക്കിയ സമയം ഇലക്ഷന് മുമ്പേ ഇറക്കാമായിരുന്നു. പക്ഷേ ഇലക്ഷൻ തിരക്കിൽ ഇറക്കി പറഞ്ഞാൽ പുള്ളിയുടെ മൂവി ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് CM ഒക്കെ തിരഞ്ഞെടുത്ത് എല്ലാ ശേഷം പതുക്കെയാണ് പുള്ളി മൂവി ഇറങ്ങിയത്. മെയിലാണ് പുള്ളി മൂവി ഇറക്കിയത്, ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈം. അപ്പോൾ വേറൊരു വലിയ മൂവിയും ഇല്ല ആ സമയത്ത്. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി നല്ല പാട്ടും ഡാൻസൊക്കെ വരാനുള്ള വേറെ മൂവിയും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും കൂടെ കൂടിയപ്പോഴാണ് കറുപ്പ് തിയേറ്ററിൽ ഹിറ്റായത്. മറിച്ച് OTTയിൽ ഇപ്പോൾ വന്നു. പക്ഷേ OTTയിൽ കറുപ്പ് വന്നു, കറുപ്പിന് ഇത്ര ബെസ്റ്റ് സീൻസ് ഉണ്ട്, എന്താ ആക്ടിങ്, എന്താ അഭിനയം, അങ്ങനെയൊന്നും ആരും പറഞ്ഞ് കേട്ടില്ല. കാരണം ഇതൊരു തിയേറ്റർ മെറ്റീരിയലാണ്. കാരണം ഇതിൽ ഓരോ പ്രാവശ്യം മറ്റേ ദൈവം വരുമ്പോഴും നല്ല റാപ്പ് മ്യൂസിക്കും നല്ല ബാക്കിൽ പാട്ടൊക്കെയാണ്. തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഭയങ്കര സൂപ്പറായിരിക്കും. അതുകൊണ്ടാണ് തിയേറ്റർ എക്സ്പീരിയൻസിൽ പടം 300+ കോഴ്സ് അടിച്ചത്. പക്ഷേ OTTയിൽ വന്നപ്പോൾ ഇപ്പോൾ അത്ര തരംഗം ഉണ്ടാക്കിയ പോലെ തോന്നുന്നില്ല. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ കൂടി വരുമ്പോഴാണ് കറുപ്പ് അതൊരു ഹിറ്റായി മാറിയത്. നമ്മൾ ആരും കുറച്ച് പറയുന്നതല്ല, എല്ലാം പോസിറ്റീവായി മാറുമ്പോഴേ ഫുള്ളും പോസിറ്റീവായി വരുള്ളൂ. ഒരെണ്ണം നെഗറ്റീവായി മാറിയാൽ പോലും ആ പോസിറ്റീവിനെ തന്നെ നെഗറ്റീവായി മാറ്റും. അപ്പോൾ ഇതിൽ ഇന്ദ്രൻസിൻ്റെ അഭിനയമായാലും RJ ബാലാജിയുടെ അഭിനയമായാലും ഇതിൽ സൂര്യനേക്കാളും കൂടുതൽ ടൈം വരുന്നത് RJ ബാലാജിയാണ്. പക്ഷെ അതൊന്നും സൂര്യ വേണ്ട പറഞ്ഞില്ല, അവിടെയാണ് സൂര്യയുടെ മിടുക്ക്. സോ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ വന്നപ്പോഴാണ്
തിയേറ്ററിൽ ഒരു വമ്പൻ വിജയമായിട്ട് മാറിയത്. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തുക.